2024 മാർച്ച് മാസം മധ്യപ്രദേശിൽ ഇൻഡോറിൽ നിന്നുള്ള 3 വയസ്സുള്ള വിയാന എന്ന കൊച്ചുകുട്ടി അവരുടെ മാതാപിതാക്കൾ സന്താറ എന്ന ജയ് ആചാരം സ്വമേധ നിരാഹാരം ആരംഭിച്ച് 40 മിനിറ്റിനുള്ളിൽ മരിക്കുന്നു. 2024 ഡിസംബർ മാസത്തിൽ വിയാന എന്ന കൊച്ചുകുഞ്ഞിന് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തുന്നു. ഈ സംഭവം ആ ബാലികയുടെ മാതാപിതാക്കളായ 35 വയസ്സുള്ള പീയൂഷ് ജെയിനും 32 വയസ്സുള്ള വർഷ ജെയിനും നിരാശരാക്കുകയും കൂടുതൽ സങ്കടത്തിലാക്കപ്പെടുകയും ചെയ്യുന്നു. ആ ജനുവരിയിൽ മുംബൈയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ശേഷം അവളുടെ അവസ്ഥ ആദ്യം മെച്ചപ്പെട്ടതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചുവെങ്കിലും മാർച്ച് മാസം ആയതോടെ വീണ്ടും വഷളാവും. അവളെ സുഖം പ്രാപിക്കുന്നതിൽ വൈദ്യശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ആ കുടുംബം ആത്മീയ മാർഗനിർദ്ദേശത്തിലേക്ക് തിരിഞ്ഞു. അന്ന് വൈകുന്നേരത്തിന് ശേഷം അവളുടെ മാതാപിതാക്കൾ ഒരു ജയ് സന്യാസിയെ സമീപിക്കുകയും അവളുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാനും അവളുടെ അടുത്ത ജന്മം മെച്ചപ്പെടുത്താനും ജയ് സന്യാസി സന്താര ഉപദേശിച്ചു. അവളുടെ അമ്മ വർഷ ജെയിൻ പറഞ്ഞത് ഇങ്ങനെയാണ്: വളരെ വേദനാജനകമായിരുന്നു. അവൾ അധികം കഷ്ടപ്പെട്ടു. അവളുടെ അടുത്ത ജന്മത്തിൽ അവൾ സന്തോഷവതിയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2024 മാർച്ച് 21 രാത്രി 9:45 മധ്യപ്രദേശിലെ ഇൻഡോറിലെ ജയ് സന്യാസിയുടെ ആശ്രമത്തിൽ അതിനുവേണ്ടിയുള്ള ആചാരങ്ങൾ ആരംഭിക്കുന്നു. ചടങ്ങുകൾ ആരംഭിച്ച് 40 മിനിറ്റിന് ശേഷം ഏകദേശം രാത്രി 10:05 വിയാന മരിക്കുന്നു. സന്താര എന്ന ജൈനമതാചാരണം അനുഷ്ഠിച്ചു മരിക്കുന്ന ചെറുപ്പക്കാരി എന്ന ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് എന്ന സംഘടനയിൽ പേര് ലഭിച്ചപ്പോഴാണ് ഇത് കൂടുതൽ വാർത്തയാവുന്നത്. ഇനി എന്താണ് സന്താര? പുരാതന കാലം മുതൽ ജൈനർക്കിടയിൽ നിലനിൽക്കുന്ന അനുഷ്ഠാനമാണ് സന്താര അഥവാ സലേഗാന. മരണത്തോടെടുക്കുമ്പോൾ എല്ലാം പരിത്യജിക്കുന്നതാണ് ഈ ആചാരം. സന്താര അനുഷ്ഠിക്കുന്നവർക്ക് ജൈന സമൂഹത്തിൽ പ്രത്യേക സ്ഥാനം നൽകാറുണ്ട്. 24ാമത് തീർത്ഥങ്കരനായ മഹാവീരയാണ് ജൈന ആത്മീയതയുടെ പൂർണ്ണതയായ സന്താര അഥവാ സലേഗാന നടപ്പാക്കിയത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ മരണരീതി? പ്രായമുള്ളവരും രോഗികളും ഇനി ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്നവരുമാണ് സന്താര എന്ന നിരാഹാരം അനുഷ്ഠിച്ച് മരണം വരിക്കുന്നത്. ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് ലൗകിക സുഖങ്ങളെല്ലാം വിസ്മരിച്ച് ഈശ്വരനാമം ജപിച്ചാണ് മരണത്തെ ഇവർ സമീപിക്കുന്നത്. ഇവരെ സന്ദർശിക്കുന്നതും അവസാന നിമിഷങ്ങൾക്ക് സാക്ഷിയാവുന്നതും മഹത്തായ അനുഭവമായിട്ടാണ് വിശ്വാസികൾ കണക്കാക്കുന്നത്. ജൈന ഭിക്ഷുക്കളുടെ ഉപദേശ നിർദ്ദേശങ്ങളോടെ മാത്രമാണ് ഭൗതിക ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നവർ സന്താര അനുഷ്ഠിക്കേണ്ടത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ വർഷം തോറും സന്താര അനുഷ്ഠിച്ച് 200ഓളം പേരെങ്കിലും മരിക്കുന്നുണ്ടെന്ന് എന്ന കണ്ടെത്തലിനെ തുടർന്ന് രാജസ്ഥാൻ ഹൈക്കോടതി സന്താര നിരോധിച്ചു. സന്താര അനുഷ്ഠിക്കുന്നവർക്കെതിരെ ആത്മഹത്യാ കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് 2015 ഓഗസ്റ്റ് 10 രാജസ്ഥാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആത്മഹത്യയ്ക്ക് തുല്യമായ കുറ്റമായി ഇത് പരിഗണിക്കുമെന്നും IPC 306, 309 വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കപ്പെടുമെന്നും ഉത്തരവിൽ ഉണ്ട്. പിന്നീട് ഇത് വിവാദമാവുകയും മതാചാരം അനുഷ്ഠിക്കുന്നത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്നും ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി 2015 ഓഗസ്റ്റ് 31 ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു.